വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഒരു ഹൊക്കെയിൻ പോണ്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കറി വെച്ചാൽ അതിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തടാകം എന്നാണ്. പിന്നെ എന്താ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒലിച്ച് പോണതൊക്കെ. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് അപ്പം നമുക്ക് കൈ ഇടാം. ആരേലേക്ക് മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബെസ്റ്റാവും. അങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട്, നല്ല ഭംഗിയില്ലേ അവിടെ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതുകൊണ്ടൊന്നും ഗൈസ്, നമുക്ക് തിരിച്ച് അങ്ങനെ തന്നെ പോവാം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഏരിയക്കാണ് പോകാനുള്ളത്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങ് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഹൊക്കെയിനിലാണ്. അപ്പോൾ ഹൊക്കെയിൻ ഫാൾസ് വേറെ ഉണ്ട്, പോണ്ട് വേറെ ഉണ്ട്. ഇത് ബ്ലൂ വാട്ടർ പോണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഫാൾസാണ് ഏറ്റവും ഭംഗിയുള്ളത്. ചെറിയൊരു വെള്ളച്ചാട്ടവും പിന്നെ ആ പാറകളുടെ ഇടയിലുള്ള ആ ഒരു വാട്ടറും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അവിടെ ഇന്ന് ഭയങ്കര തിരക്കാണ്, കുറച്ചും കൂടി റണ്ണിങ് ഉണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലീവൊക്കെ ഉള്ള ടൈമിലല്ലേ നമ്മൾ വന്നത്, അപ്പോൾ ഒന്നും കൂടി തിരക്കാവും. അത് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഒന്ന് ബ്ലൂ വാട്ടറിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങോട്ട് പോകാം. സെറ്റ്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് പോവാണ്. ഞങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ട്, ഇറങ്ങണ്ടെന്നുണ്ട്. പക്ഷേ ഇന്നൊരാൾ ചതിച്ച് എൻ്റെ ഇവിടെ വീട്ടിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്തോ ഇറങ്ങാം അത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് വന്ന ആൾ ഇപ്പോൾ ഇറങ്ങണില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് 2 ചോട്ട് ചോട്ടണമെന്നുണ്ട്. പക്ഷേ ആൾക്കാരായിട്ടായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ 2 ചോട്ട് ചെയ്തു വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് പെരീന്ന് അതെടുത്തോ സിനിമ ചെയ്യോ നമ്മൾ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരുണ്ട്, ഇറങ്ങാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ മൂട് പോയി, ഞാൻ ഇറങ്ങണില്ല. ഞാൻ സ്ഥലം കണ്ടിട്ട് എന്താ പാട് നോക്കട്ടെ. ഓക്കെ, ചോറ് തിന്ന പാടായതുകൊണ്ട് വേഗം നടക്കുമ്പോൾ എനിക്ക് എതിർക്കണുണ്ട്. നേരത്തെ നമ്മൾ ആ കൈ കഴുകി വെള്ളം എന്താ ഇവിടേക്കാണ് ഒഴിച്ച് പോകുന്നത് കേട്ടോ. ഇങ്ങനെ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓ, ഇതാണ് നിന്റെ സ്വിമ്മിങ് കോസ്റ്റ്യൂം അല്ലേ? ഇങ്ങോട്ട് അങ്ങണ്ട് ഇങ്ങനെയല്ലേ പോവുക? ഇവിടെ വെള്ളമുണ്ട്. നമ്മൾ നേരോ പാസേജിൽ കൂടെ പോകുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഞാൻ കട്ട് ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണ കാണുമ്പോൾ അതിൽ വേറെ ഇഷ്ടം ഉണ്ടാവില്ല. സോ കുറച്ച് ആൾക്കാരൊക്കെ ആകുമ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ വന്നപ്പോൾ വെള്ളം പോയി എന്നല്ലേ ഈ ഉദ്ദേശിച്ച് മനസ്സിലാക്കാൻ പറ്റിയ സർക്കാർ. ബ്ലൂ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇത് ഗ്രീൻ വാട്ടറാണ് ഗായ്സ്. ഞങ്ങൾ പറ്റിച്ചിരിക്കുന്നു. പക്ഷേ കളറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വെള്ളം കുറവാണ് കണ്ടിട്ട്. ആ കല്ലിൻ്റെ പുല്ലിൻ്റെ അവിടെ ഉണ്ടാവും തോന്നുന്നു വെള്ളം. പിന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങണം. കണ്ട അവിടെയൊക്കെ ആൾക്കാരുള്ളത്. സ്ഥലം മാറ്റുകയാണ്, കാരണം അങ്ങോട്ട് എങ്ങനെ ഇറങ്ങണ്ടി എന്നുള്ളത് ആർക്കും ഒരു ഐഡിയ ഇല്ല. പിന്നെ ബാക്കിൽ നിൽക്കണം അവരൊക്കെ ഒന്നും അറിയാതെ നിൽക്കുകയാണ്. പിന്നെ നമ്മളൊരു വഴിയൊക്കെ കണ്ടെത്തി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ
ഇനിയിപ്പോൾ നമുക്കൊരു സ്ഥലം തീരുമാനിച്ചിട്ട് വേണം. ഇപ്പോൾ വന്നത് ഏതായാലും ഫ്ലോപ്പായി. വാവും ആ ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് ചളിപൊളി. നമുക്ക് ഇതൊന്നും പോകാൻ പറ്റുന്നില്ല. നല്ല കാറ്റുണ്ട് ഗൈസ്. അതുകൊണ്ട് വെയിലിൻ്റെ കടുപ്പം നമ്മൾ അറിയുന്നില്ല. സംഭവം നല്ല ചൂടുള്ള വെയിലാണ്. വണ്ടി വരുമ്പോൾ എ സി ഇല്ലാതൊന്നും ഇരിക്കണം. എ സി വല്ലാണ്ട് ഏൽക്കണില്ല, അത് വേറെ കാര്യം. മുടിയൊക്കെ കാണുന്നുണ്ടല്ലേ. ഇതെന്ത് മലയാണ്? പാറമല ഗായ്സ്. അപ്പം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം കുറച്ചൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഫോൾസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നേരമായി ആരെങ്കിലും പോയിരുന്നോ മോനെ പൊള്ളി സീനോ. ഗ്രില്ലിന് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കണ്ടോ, നൈറ്റ് നമുക്ക് ഇങ്ങനെ വന്ന് ഒരു ഈവനിങ് ഒക്കെ കുട്ടികളായിട്ട് പാർക്കിലൊക്കെ ഗ്രില്ല് ചെയ്യുക. അതാണ് വെള്ളമുള്ള ഏരിയ. ഇവിടെ നിന്ന് അങ്ങാണ്ട് നടന്നെത്തണം. അല്ലാ, വെള്ളം നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇറങ്ങിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ ആ ഏരിയക്കൊക്കെ ആൾ കുറവാ. നമ്മൾ ഏതായാലും ഇനി ഇവിടെ ഇറങ്ങാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഈ പൊരി വെയിലത്ത് ആ വെള്ളത്തിൽ ചൂടെടുക്കും, പക്ഷെ വെള്ളം നല്ല തണുപ്പായിരിക്കും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, അങ്ങോട്ടൊക്കെ നല്ല ഭംഗിയില്ലേ, നല്ല കാറ്റുണ്ട്. ഈ ഇരുത്ത വണ്ടി ഇരിക്കാൻ വയ്യ. ഓ ഗായ്സ്, അപ്പോൾ വെയിലൊക്കെ ആയപ്പോൾ ഞാൻ വലിയ മെയിനാൻ വേണ്ടി സൺഗ്ലാസ് ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഇത് ഹാല്. ഓ, പക്ഷേ ഈ ചൂടത്ത് കിട്ടുന്ന വല്ലാതെ മെയിനാവാൻ വയ്യ. നമുക്ക് വേഗം താഴത്തേക്ക് ഇറങ്ങാം. ഇന്നിപ്പോൾ ഈ കൊല്ലത്ത് എല്ലാവരും നല്ലപോലെ കണ്ടോളെ. കുറച്ച് കഴിയുമ്പോൾ കറുത്ത് കരിവാളിച്ചിട്ടുണ്ടാവും. കറുത്താൽ എന്തല്ലേ. വല്ല ക്യാപ്പ് കൊടുത്താൽ മതിയെന്നൊന്നും അത്ര സീനില്ല. എനിക്ക് വെയിലിൻ്റെ പവർ കൊണ്ട് എൻ്റെ വീഡിയോ എവിടെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാക്കണമെന്നൊന്നും എനിക്കറിയണില്ല ഗായ്സ്. ഈ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങാണ്ട് ഗായ്സ്. ഈ വെയിലത്ത് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു റബ്ബേ. പിന്നെന്താ, എല്ലാവരും പറയും പോലെ ഇതൊക്കെ ഒരു വൈബല്ലേ അല്ലേ. അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ആ മീന്, നല്ല മീൻ ആദ്യമായിരിക്കണം. ഇവിടുത്തെ മീൻ വേറെ മീനല്ലേ. ആരോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അവിടെ തവളപ്പൊട്ടനുണ്ട്. ഇവിടെ ഒക്കെ കണ്ട ഓരോരുത്തർ ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് കാര്യമൊക്കെ ഇതിലിട്ടിങ്ങനെ. അങ്ങനെ ചെയ്യരുത്, ഇതിൻ്റെ ഭംഗി നശിപ്പിക്കരുത് ഗൈസ്. ഇത് ഗൈസ് അങ്ങോട്ടാണ് എത്താനുള്ളത്. കാക്കൊക്കെ ഇങ്ങനെ ചുറ്റി കളഞ്ഞ് പോവാ. നമുക്ക് ഈസി വഴി നോക്കിയതാ, ഇങ്ങനെ പോവാം. ഇനി നമ്മളെ ഡെസ്റ്റിനേഷൻ മാറ്റാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തൊക്കെ പോവാന്നാ പറയുന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോ കാക്കൂൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അതെ, എനിക്ക് ഇവിടെ ഇഷ്ടമായിക്കുന്ന ഗൈസ്. വരുന്നേനില്ല, പക്ഷെ അവൻ്റെ മുഖനാകെ ചുവന്നിക്കുന്നുണ്ടില്ലേ. ഇനി നാളെ കറിയാം അതിൻ്റെ ടാനൊക്കെ. നല്ലോണം വെയിലുണ്ട് എനിക്കല്ല. ഞാൻ ചെരുപ്പ് ഊരിയിട്ടാണ് നടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴോ സ്കിപ്പായി വീണിട്ടുണ്ടാവും. നല്ല ഈ കല്ല് ഫുൾ ടൈം വെള്ളത്തിലായിട്ട് നല്ല ഇച്ചിയുണ്ട്. അങ്ങോട്ട് വീണാൽ നല്ല രസമുണ്ടാവും, മൂടും കുത്തി വെക്കും. ഇവിടെ ഫുള്ള് ആണുങ്ങളാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. പക്ഷെ എൻ്റെ സഫാനവിടെ, അയ്യോ അവളവിടെ ഇരുന്നക്ക. ആ കാക്കപ്പ അവിടെ ചാടും. ഇസമീനൊക്കെ ഇവിടെ ഉണ്ട് കളിക്കണേ. ഇസമി ഹായ് കാണിക്കേ, ഹായ് അറി. ആ കാക്കാനെ എല്ലാവരും ചാടാൻ വേണ്ടി ഇവിടെ നിന്ന് അതിൻ്റെ ഫ്രണ്ട്സൊക്കെ മോട്ടറാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ മോട്ടറാക്കി നമ്മൾ വലിയ ആൾക്കാരെ മാതിരി ഒന്നും ചെയ്യില്ല. അതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോണത്. മൂപ്പരിപ്പോൾ ചാടും. ആ ഓക്കെ ഗൈസ്, അവൻ ചാടി. ഒരു മിനിറ്റ്.
അയാൾ ചാടും തോന്നുന്നില്ല ഗൈസ്. ആൾ അടുത്ത ഫ്രണ്ട്സിനെ കാത്തിക്കണം അതിൻ്റെ ഒപ്പം ചാടാനും. ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ചാടുണ്ടോ നോക്കി. ഒരുത്തൻ ചാടി. ഞാൻ വൈറ്റ് ടീഷർട്ട് ഇട്ട കാക്കൻ ചാടും തോന്നുന്നുണ്ട്. ഇത് ആ ഹൈറ്റിന് ഒരുത്തൻ ചാടാൻ പോകുന്നുണ്ട് ഗൈസ്. അല്ലോ കണ്ടിട്ട് തന്നെ പേടിയാവണ്. ഓ മൈ ഗോഡ്. നമുക്ക് ഈ പൊട്ടന്മാരെ കളികളാണ്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കണ്ടാ വലിയ ഹൈറ്റ് ഒന്നും ഇല്ല അല്ലേ? വീഡിയോ കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ട് മനസ്സിലാവും. അപ്പം നമുക്ക് പൊന്നുൻ്റെ അടുത്തേക്ക് തന്നെ പോവാം. ചെരുപ്പിടാതെ ഈ കല്ലുമ്മ കൂടി നടക്കാൻ വയ്യ, നല്ല പൊള്ളുന്നുണ്ട് കാല്. ഗായ്സ് നാച്ചുറൽ സ്പാ വർക്ക് ആവുന്നുണ്ട്. കുറേ ബി വന്ന് തിന്നിട്ടാ കിക്കിലാവുന്നുണ്ട്. ഒന്നോ അതോക്കാ അബി തിന്നിട്ട് ആ പാകിസ്ഥാനീസൊക്കെ അത് അങ്ങോട്ട് കയറി പോണ്. എന്താ സമ്മതിക്കുന്നവരൊക്കെ. കുറേ പേര് വ്ളോഗ് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഗൈസ്. എന്താ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താലേ. ഗൈസ് ഞാൻ മൈക്ക് വാങ്ങി ഗൈസ്. പിന്നെ മൈക്കില്ലാതെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2 മൈക്കും അതിൻ്റെ കണക്ടറാണ് വരുന്നത്. ഗ്രീൻ ലൈൻ്റെ ഇതിന് ബാക്കി എന്തായിരുന്നു, ഇതിൻ്റെ മോഡൽ ഏതാണെന്നുള്ളതൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. ഓക്കെ, ഇതെന്താ പാടെന്ന് നമുക്കറിയില്ല. 1 ഇയർ വാറൻറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അഫോർഡബിൾ പ്രൈസ് തന്നെ ഉള്ളൂ. 6 റിയാലോ 6.9 അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആയിട്ട് ഞാൻ വാങ്ങിയതാണ്. ഗായ്സ് സൂറാന്റെ കണ്ണ് കാണാൻ മാഷാഅല്ലാഹ് നല്ല ഭംഗിയുണ്ട്. നോക്കി സൂറ നോക്കടോ. ജാടണ്ട എനിക്ക്. ആരുടെ ചെരുപ്പ്? അന്റെ ചെരുപ്പ് എവിടെ? അന്റെ ചെരുപ്പ് എവിടെ? ഇസിൻ്റെ ആണ്. ഇസാരാ? ഇസ് കാക്ക എവിടെ? അന്റെ ഉമ്മൂടെ? ഉമ്മൂടെ? ഇതോ? ഇതാണ് എൻ്റെ അമ്മ സഫാന. എനിക്ക് എന്നാ പെൺകുട്ടി ഉണ്ടായി എന്നോട് പറഞ്ഞില്ലല്ലോ. നമുക്ക് ഇൻസ്റ്റൻറ്റ് ലയാൻ കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കാം. നമ്മൾ ഹോട്ട് വാട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇത് പാൽ ഒഴിക്കണം, പക്ഷെ പാലില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് നിർബന്ധമില്ല പാൽ. പക്ഷെ നമുക്ക് പാൽ ഒഴിക്കണം ഇഷ്ടമാണ്. നമുക്കിന്ന് ചുടുവെള്ളം വെച്ചുണ്ടാക്കാം. ഓക്കെ, പൗഡർ ഇട്ട് കഴിച്ചിടാം. കോഫി കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ കറക്കവും കാര്യമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ എവിടെയും കയറലുണ്ടാവില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒക്കെ ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും അങ്ങോട്ട് ചെയ്യുക കണ്ടറിഞ്ഞിട്ട്. ഓക്കെ, ബൈ.